അധ്യക്ഷൻ സ്വാഗത പ്രസംഗം നടത്തിയ സെക്രട്ടറി ഇവരെല്ലാം നമ്മുടെ കുടുംബാംഗമാണ്. അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് വളരെ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച ശ്രീ ബാബുക്കുട്ടൻ നായർ, നമ്മുടെ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് അവർക്കാണ്. നിങ്ങൾക്കറിയാം, ഇലക്ഷൻ്റെ സമയമാണ്. വളരെ തിരക്കുള്ള സമയത്തും അദ്ദേഹം ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ നേരത്തെ പോകാനുള്ള ഒരു സാഹചര്യമുണ്ടായി. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസക്തി എന്താണെന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധത ആണ് പുള്ളി ഇവിടെ വരാനും ഇത് ഉദ്ഘാടനം ചെയ്യാനും ഒരു കാരണമായിട്ട് എടുത്തു കാട്ടിയത്. അദ്ദേഹത്തിന് കേരളീയ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഗേതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ലോഗോ പ്രകാശനം ചെയ്യുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്ത ശ്രീ അരുൺ സാറിനാണ്. നമ്മുടെ പൊതുജീവിതത്തിലെ നിറസാന്നിധ്യം, നമ്മുടെ ബ്ലോക്ക് മെമ്പറാണ്. വളരെ വിശദമായി തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസക്തിയെപ്പറ്റി ഇവിടെ വിവരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അരുൺ സാർ പറഞ്ഞൊരു കാര്യം, ഡിമാൻഡ് അതെങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, സോഷ്യൽ ഡിമാൻഡ്. ഡൽഹിയിൽ പോയ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു വ്യക്തി ഒരാവശ്യം ഉന്നയിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായിട്ട് ഒരു സംഘടനയ്ക്ക് ആവശ്യം ഉന്നയിക്കാൻ കഴിയും. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസക്തിയും അതുതന്നെയാണ്. ഈ കാര്യങ്ങൾ എടുത്തു കാട്ടി വളരെ വിശദമായി തന്നെ നമ്മുടെ ഫ്യൂച്ചർ പരിപാടി എന്തായിരിക്കണം എന്നുവരെ വിശദീകരിച്ച അദ്ദേഹത്തിന് കേരളീയ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഗേതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരോജിനി, അവർക്ക് ഓഫീസ് കാര്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റ അവർക്ക് നമ്മുടെ പേരിൽ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ബീന എസ്. നമുക്കെല്ലാവർക്കും സുപരിചിതയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ സംഘടനയുടെ തുടക്കം അന്നവരുണ്ടായിരുന്നു. വളരെ വിശദമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും മറ്റും കേട്ട് അവർ നല്ലൊരു പ്രസംഗം തന്നെ അന്ന് നടത്തുകയും ചെയ്തു. ഇന്നും തിരക്കിനിടയിൽ ഇവിടെ എത്തി നല്ലൊരു പ്രഭാഷണം നടത്തി അവർക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ പാറശാല മിസ്റ്റർ ദിപിൻ ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇലക്ഷനാണ്. അതിൻ്റെ തിരക്കിൽ പുള്ളിക്ക് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് നമ്മുടെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ ദിപിനെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മുടെ സുഹൃത്തായ ശ്രീ ഹരീഷ് കുമാറാണ്. അധ്യാപകനാണ്. റെസിഡൻസ് അസോസിയേഷൻ എന്താണ്, എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ പല കാര്യങ്ങളും നഗരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനും ഇവിടെ ഗ്രാമത്തിലുള്ളതും എല്ലാ കാര്യങ്ങളും എടുത്തു കാട്ടി വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രസക്തിയെപ്പറ്റി വിശദമായി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. നമ്മുടെ തുടക്കത്തിലെ നിയമസംഹിതയ്ക്ക് തന്നെ ശ്രീ ഹരീഷ് കുമാറാണ് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ നമുക്ക് തന്നത് പുള്ളിയാണ്.
നമ്മുടെ സെക്രട്ടറിയുടെ വളരെ അടുത്ത സുഹൃത്തും കൂടെയാണ് അദ്ദേഹം. പുള്ളി എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, കാരുണ്യം, കയ്യൂക്കും കാരുണ്യം. അത് വളരെ വ്യക്തമായിട്ട് അതിനുള്ള വ്യത്യാസം എന്താണ് മഹാത്മാഗാന്ധിയെയും മറ്റും നമുക്ക് ഉദാഹരണമായി കാണിച്ചു തന്നു പുള്ളി. ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തുകയും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്ത ശ്രീ ഹരീഷ് കുമാറിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും കൈരളി റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും അകേതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തേണ്ടത് കൈരളി കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമാണ്. ഇത്രയും ആൾക്കാരെ സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വരുമെന്ന് നമ്മുടെ ചെയർ വാങ്ങി ഇട്ടുന്നേ ഉള്ളൂ, പക്ഷേ ഇത്ര ആൾക്കാർ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എല്ലാവരും ഇവിടെ സന്നിഹിതരായി. എല്ലാവർക്കും എൻ്റെ പേരിൽ അകേതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. ഇതോടുകൂടി നമ്മുടെ ഉദ്ഘാടന യോഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത് കലാപരിപാടികളാണ്. ആരും പോകരുത്, എല്ലാവരും സഹകരിക്കണം. ഓക്കെ.